എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ ഇത് മീൻ കറി മീൻ വറുത്തമാണ്. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ചെറിയ മത്തി, ഒരു പാകം വലുപ്പത്തിലുള്ള ഒരു മത്തി മുളകിട്ടതാണ്. നമ്മൾ സാധാരണ ഞങ്ങൾ വെക്കുന്ന പോലെയല്ല, നല്ല കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ മത്തി ഇന്ന് മുളകിടുന്നത്. പിന്നെ കണ വറക്കാനും. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. ഒരു 400 ഗ്രാം മത്തി, അത് 1/2 കിലോ ഇല്ല, ഉണ്ടാക്കാൻ അത് മതിയല്ലോ. പിന്നെ ഒരു ചെറിയൊരു കണ്ണ അത് വാങ്ങി പിന്നീട് മുറിച്ച് വാങ്ങിച്ചതാണ്. അപ്പം അങ്ങനെയാണ് ഇപ്പം ഇന്ന് എടുക്കുന്നത് നമ്മൾ. മത്തി ഒക്കെ ഒന്ന് നന്നാക്കാം. ഒരു പാകം വലുപ്പത്തിലുള്ള മത്തിയാണ്, അധികം വലുപ്പമില്ല. മത്തി പിന്നെ കറി വയ്ക്കാൻ, പിന്നെ കണയുള്ളത് അത് പിന്നെ അവിടെ നിന്നൊക്കെ നന്നാക്കി കൊണ്ടുവന്നതാണ്. കടയിൽ നിന്ന് തന്നെ ഒക്കെ മുറിച്ച് ഒക്കെ കൊണ്ടുവന്നതാണ്. ഇന്ന് ഏതായാലും മീൻ കറി മീൻ വറുത്തതും ഇതാ മത്തി ഇവിടെ ഉണ്ട്. പിന്നെ ഇതാ കണ, ചെറിയൊരു കണയാണ്, അതെടുത്ത് മുറിച്ച് വാങ്ങിയതാണ്. ഇത് നമ്മൾ പൂച്ചയ്ക്കുള്ളത് ഇവിടെ ഉണ്ട്, വേറെ അത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ പുളി പിഴിഞ്ഞ് ആദ്യം തന്നെ ചേർക്കാം. ഇത് വഴറ്റിയിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആദ്യം ഇതിൽ പുളി പിഴിഞ്ഞ് പാർന്നിവിടെ വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ വറക്കുന്നതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കുകയാണ്. പിന്നെ കുരുമുളക് പൊടി അതും ചേർക്കുകയാണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് അത് ചേർക്കാം. ഇനി ഇതൊന്ന് വറക്കാനുള്ളത് മസാലയൊക്കെ പുരട്ടി ഇവിടെ വയ്ക്കാം. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, ഇതിന് കുറച്ച് കഴിഞ്ഞിട്ടേ ഒക്കെ ഉണ്ടാക്കുള്ളൂ. പിന്നെ കറി വയ്ക്കുന്നതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഉള്ളി എടുത്ത് നുറുക്കാം. അത് പിന്നെ നമ്മൾ വഴറ്റിയിട്ടാണല്ലോ വയ്ക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഉള്ളി ഒക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ സാധാരണ അല്ലാതെ വയ്ക്കുമ്പോൾ പിന്നെ തേങ്ങ അരച്ച് വയ്ക്കുമ്പോൾ അങ്ങനെ ഉള്ളി ചേർക്കല്ലേ ഞങ്ങൾ, വലിയ ഉള്ളി. ഇത് പിന്നെ നല്ല പോലെ വഴറ്റിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളി കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. അത് വെച്ചാൽ വലിയ തക്കാളി തന്നെ എടുക്കുന്നത്. തക്കാളീൻ്റെ ആ ഒരു പുളിരസം അത് നല്ല രസമാണ്. അല്ലെങ്കിൽ പിന്നെ അരച്ച് ചേർക്കുകയൊക്കെ ചെയ്യാം. തക്കാളി നല്ല രസമാണ്. മുളകിട്ട കറിയിൽ തക്കാളിയാണ് അതിൻ്റെ ഒരു പ്രധാനം, അതിൻ്റെ ആ പുളി. പിന്നെ പച്ചമുളക്. അപ്പോൾ അതൊക്കെ നുറുക്കി ഇവിടെ റെഡിയാക്കി ഇവിടെ വെച്ചു. ഇനിയിപ്പോൾ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് അത്യാവശ്യം നല്ലപോലെ ചൂടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി, പച്ചമുളക് അത് നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. മത്തി മുളകിട്ടത് നല്ല വഴറ്റി നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തക്കാളി നുറുക്കിയത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത് ചേർക്കാം. ഇനി ഗരം മസാല അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഇതിങ്ങനെ പാക്കറ്റ്, കുറച്ച് വലിയ പാക്കറ്റ് തന്നെയാണ്, അത് വാങ്ങിയതാണ്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ പുളിയൊക്കെ ഇട്ട് വെച്ച മത്തി അത് ചേർത്ത് കൊടുക്കാം, കഷ്ണങ്ങൾ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഏതായാലും ഒന്ന് നോക്കുന്നുണ്ട് അമ്മ വേവൊക്കെ ഒന്ന്. ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പ് ആദ്യം ഇട്ടതുകൊണ്ട് ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ഒന്ന് നോക്കുക, അത്ര മാത്രമേ ഉള്ളൂ കാര്യമായിട്ട്. പിന്നെ വെളിച്ചെണ്ണ പിന്നെ നമുക്ക് കറിവേപ്പില അത്
ചേർത്ത് കൊടുത്തു. അത്രേ അത് പണിയുള്ളൂ. പിന്നെ വഴറ്റി കഴിഞ്ഞതുകൊണ്ട് വറവിടാനില്ല. അപ്പോൾ അത് മീൻ വറക്കലാണ് ഇനി അടുത്തത്. വെളിച്ചെണ്ണയിൽ ഒക്കെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നതാണ് ചട്ടിയിൽ. അത് പിന്നെ ഒന്നിച്ചെന്നെ ഇടാനുള്ളതേ ഉള്ളൂ. പിന്നെ ചെറിയ കഷ്ണങ്ങളാണ്, ചെറിയൊരു കണ വാങ്ങി മുറിച്ചതാണ്. അപ്പോൾ ഒന്നിച്ചെന്നെ അത് ഇടാം. അപ്പോൾ ഒക്കെ രണ്ട് ഭാഗം നല്ലപോലെ വെന്തിട്ടുണ്ട്. കോരിയെടുക്കുകയാണ് ഇനി. കണ വറക്കാനാണ് നല്ല ഉഷാറ്. ഞങ്ങളിത് വറക്കലേ ഉള്ളൂ, അങ്ങനെ കറി വെക്കലില്ല. അതുകൊണ്ട് മുളകിടൊക്കെ ചെയ്യാം. വലിയ മുള്ളാണ് ഇതിൻ്റെത്. അപ്പോൾ ഇതാ വറുത്ത് കഴിഞ്ഞു. പിന്നെ കഴിക്കായി. അപ്പോൾ നമ്മളെ കറി ഉണ്ടാവും. അപ്പോൾ നല്ല പാകത്തിനായി. വെള്ളമൊക്കെ പാകത്തിനാണ്, കുറുകി വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ ഇതാ കറി കൊടുക്കാം. ഇനി ഒരു വറുത്ത കണേൻ്റെ കഷ്ണം. അമ്മയ്ക്ക് പിന്നെ ഒരു കഷ്ണമേ കഴിക്കുള്ളൂ, വറുത്തത് പൊതുവെ. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് മീൻകറി, മീൻ വറുത്തും. ഇന്ന് പിന്നെ പപ്പടം ഇല്ല, ഞങ്ങൾ പതിവ് പപ്പടം ഇന്ന് വേണ്ട തന്നെയാണ്. ഇപ്പോൾ ഏതായാലും ഞാൻ കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ഗുഡ് ബൈ.